ലൂണാസ് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവി ഭർത്താവിൽ നിന്നും ഒരു വെഡ്ഡിംഗ് ഗിഫ്റ്റ് അതേതൊരു കല്യാണ പെണ്ണിന്റെയും സ്വപ്നമാണ്. അയ്യോ അത് എത്രണ്ട്? അല്ല ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി അതിൻ്റെ അടിയിൽ ക്യാമറ നോക്കിയിട്ടൊക്കെ. സാധാരണമല്ലാത്ത ആ ഗിഫ്റ്റ് പർച്ചേസിങ്ങിനിടെ അസാധാരണമായി മറ്റൊന്ന് സംഭവിച്ചു. കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. വിഷയങ്ങൾ നമ്മൾ അങ്ങനത്തെ ഒരാളല്ല. ഇയാളോട് നിങ്ങൾക്ക് മര്യാദകൾ കാണിക്കാൻ ഞാൻ സംസാരിക്കുമ്പോഴാണോ കുഴപ്പം? ഒരു വെഡ്ഡിംഗ് ഗിഫ്റ്റിന്റെ അപ്രതീക്ഷിത കഥ. സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ആളിതാണ്. ഇതും ഇദ്ദേഹവും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. ഒന്ന് പരിചയപ്പെടാം. പേര്? മാത്തുക്കുട്ടി. എന്ത് ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റാലിറ്റിയാണ് ബാക്ക്ഗ്രൗണ്ട്, ദോഹയിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. ഇദ്ദേഹം ഹൗസ് വൈഫാണ്. ഈ പ്രാങ്ക് ചെയ്യാൻ പോകുന്ന, സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ആള് നമ്മുടെ ആരാണ്? എൻ്റെ സിസ്റ്ററാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ അനിയത്തിയോ MSc സൈക്കോളജി കഴിഞ്ഞ് ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു. അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നു. മാത്തുക്കുട്ടിയാണ് വരെ. എന്താ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള കാര്യം? ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് മറക്കരുതല്ലോ, ഓർത്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് ചേച്ചി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ അത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ വെച്ചാ പോയത്. അപ്പൊ ഇവിടെ തന്നെ കൊടുക്കാനായിരുന്നത്. പിന്നാണ് തീരുമാനം മാറി ഇങ്ങനെ വന്നത്. ടെക്നീസിയിലാക്കി ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ആള് വരാൻ വേണ്ടിയിട്ട്? ആളിനെ കൊണ്ടുവരും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് മാത്തുക്കുട്ടിയും ചേച്ചിയും നീനയും പിന്നെ നിങ്ങളുടെ അമ്മയും അമ്മയും കൂടി ഇവിടെ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കാൻ വേണ്ടി വരുന്നു. വരുന്ന കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി ഒരു മാല മാത്തുക്കുട്ടിയുടെ ബാഗിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാത്തുക്കുട്ടി മാല അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആൾ ഒരു ദേശീയക്കാരനൊക്കെയാണ്. അപ്പോൾ സെക്യൂരിറ്റിയെ വിളിക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. സെക്യൂരിറ്റി ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി. പിന്നെ പോലീസായിട്ട് വരാൻ ആളുണ്ട്. ഞാനും ഒരു മഫ്തി പോലീസുകാരനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നീനയ്ക്ക് എന്നെ മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ വെച്ച് തീർന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഭയങ്കര ടഫാണ്. ഈവൻ ഹാൻഡ്ലിങ്ങില് ഷീസ് റെഡി ടു ഡു. അപ്പൊ നമ്മള് ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ലണ്ടനിൽ ഞങ്ങൾ ഒരു പബ്ബിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നീഗ്രോ, ഒരു അമേരിക്കക്കാരൻ വന്നു. പുള്ളി ഇച്ചിരി അലമ്പായിട്ട് പെരുമാറി. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ജസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി നീന ഈ അമേരിക്കക്കാരൻ്റെ കോളറിന് പിടിച്ച് വലിച്ചടിച്ച് ബൗൺസേഴ്സിന്റെ അടുത്തുകൊണ്ട് ബൗൺസേഴ്സ് പിടിച്ച് പുള്ളിനെ പുറത്താക്കിയവർ. അങ്ങനെയാണ് ഞാൻ ശരിക്കും സാർ ഓടി വന്നേ. അതെ, പുള്ളിക്കാരി ഓൾറെഡി ലണ്ടനിലൊക്കെ പോയി ആളുകളെ ഇടിച്ചിട്ടുള്ള കക്ഷിയാണ്. നീ ഒരു കയ്യകലത്തിൽ നിന്ന വേറൊരു കേസ് പുള്ളിക്കാരനെ ലണ്ടൻ പോലീസ് വാണിംഗും ചെയ്തിട്ടുള്ള വമ്പണ്ടി കേട്ടല്ലോ. അപ്പൊ നമ്മള് ശരിക്കും കാര്യം പറയുന്നത് ഇടിക്കുമെന്ന്. ഞാൻ നിക്കണ പോണ എന്താ പറ്റിയിരുന്നു നോക്കണം മേഡം? നെക്ലസ് ആണ് നോക്കുന്നത്. പെർട്ടിക്കുലർലി എന്തെങ്കിലും വല്ല പാറ്റേൺസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മേഡം? ഗൗൺ ഇടാൻ പറ്റുന്നല്ലേ? ഓക്കെ. ഇതൊക്കെ കുറച്ചുകൂടി ഒരു 19 ഇത് കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ളതാണ്. നമുക്ക് ഗൗണിൽ കൂടുതൽ മാച്ച് ആവുന്നത്. നമ്മുടെ ഇത് ലോണൊക്കെയാണോ അതോ നെക്ക് എവിടം വരെ വരും? അവിടെ വരെ വരും അല്ലേ? ഗൗൺ വരുമ്പോൾ ഒരു സ്വല്പം കൂടി അടിയിലോട്ട്, കുറച്ചും കൂടി ഒരു അടിയിലോട്ട് വരുന്നൊരു ഇതല്ലേ? What about this one? It will go with the gown, ma'am.
ഇത് കൊള്ളാമല്ലേ ഗിഫ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എന്നിട്ട് ഇവിടുന്ന് ഒരു ഇതുപോലെ വരുന്നതാണോ? നമ്മൾ കൂടുതൽ അങ്ങനെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ മാം ഉദ്ദേശിക്കുന്ന പോലത്തെ പാറ്റേൺ വരുന്ന ഇതൊക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഈ ടൈപ്പ് കുറച്ചുകൂടി ഒരു ഇതല്ല പക്ഷേ അത് ഗൗൺ നമ്മളൊരു നോർമൽ ഒരു കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ആ വീനക്കാണ് ഓൾറെഡി വരുന്നത്. ഓക്കെ ഓക്കെ. പക്ഷേ ഇത് തീരെ ഇപ്പോൾ നമുക്കിങ്ങനെ ഫങ്ഷൻ വൈസ് അപ്പോൾ ചെറുതായി പോവോ എന്നുള്ളൊരു എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് രണ്ടൊന്ന് അതെയാ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാം. ഇതിൻ്റെ ഇത് വി ഡിസൈനിലാണ് വരുന്നത്. ഫങ്ഷൻ മാം ലൈഫിൽ ഒരെണ്ണല്ലേ ഉള്ളൂ മാം. അതെയോ? അത് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് മാറ്റിക്കൂടാ, എന്താ പ്രശ്നം? അത് പ്രശ്നമുള്ള കാര്യമില്ല. ഒരു മിനിറ്റ് മേഡം, അയ്യോ അത് എത്ര ഉണ്ട്? 1 2 ഒരു മിനിറ്റ് അതിൽ എത്ര ഉണ്ട്? ഓക്കെ ഇല്ലേ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മേഡം അടിയിലൊരു നെക്ക് അങ്ങനെ ജസ്റ്റ് 1 2 3 4 5 6 1 2 3 4 5 6 ഉണ്ട്. അല്ല ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ 6 കറക്റ്റാന്നേ. 6 എടുത്തുണ്ടായിരുന്നു. അല്ല അത് ഞാൻ അവിടെ വെച്ചു, 2 റീപ്ലേസ് ചെയ്തു. ഒരു ഡെമ്മിൽ നോട്ട് ഇതൊന്ന് അല്ലേ ഒരു ഡെമ്മി അല്ല ഞാൻ നോക്കാം എൻ്റെ അടിയിൽ നോക്കട്ടെ. ഏതാ അല്ലാന്നേ ഏതോടിന്ന് പറഞ്ഞാ ഇല്ല അത് ഇവിടെ വെച്ചെന്നേ. ഇല്ല ഇതിലുണ്ടായിരുന്നു ഒരു അതല്ലാതെ ഞാൻ വേറൊരെണ്ണം മാഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം ആ ടൈപ്പ് ഇഷ്ടമാവുന്ന വെച്ചാൽ അത് ഇട്ടില്ല നമ്മൾ, കാരണം മാഡത്തിന് ടേസ്റ്റ് ഇങ്ങനത്തെ ചെയ്തപ്പോൾ ഞാൻ റൗണ്ട് പാറ്റേൺ ആയിട്ട് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയിരിക്കുന്നു അല്ലാതെ ഞാൻ ഒരു ഫ്ലെക്സിബിൾ ഒരു സാധനം ചുമ്മാ അവിടെ വെച്ചത് അത് ഇട്ടില്ലായിരുന്നു. ഞാൻ 6 എടുത്തില്ല, ഞാൻ 2 അത് മാറ്റിയിട്ട് ഞാൻ വേറെ വെച്ചതായിരുന്നു. ഇല്ലില്ല അത് ഞാൻ അവിടെ തിരിച്ചു വെച്ചു. അത് തിരിച്ചു വെച്ചു, അത് ഇങ്ങനത്തെ ചേട്ടാ. ഇതല്ല ഞാനത് പുതിയത് അത് നമ്മൾ ഇട്ടില്ലാന്നേ. ഇതാ ഇത് തിരിച്ചു വെച്ചു, ഇതല്ലാന്നേ. ഞാൻ മാഡത്തിന് അത് നമ്മൾ ഇട്ടില്ല, കാരണം മാമിന്റെ ടേസ്റ്റ് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ ഇതിൽ നോക്കിയില്ല എന്നുള്ളൂ. അത് 2 മാഡത്തിന് ടേസ്റ്റ് ആയപ്പോൾ ഞാൻ വേറൊന്നും അത് നമ്മൾ സെലക്ട് ചെയ്തില്ല, ഇട്ട് പോലും നോക്കിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിന്റെ ടേസ്റ്റ് ആയിട്ടൊട്ടും മാച്ച് ആവാത്ത കാരണം ജസ്റ്റ് നെക്ലസ് അങ്ങോട്ട് മാറി കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതാ ജസ്റ്റ് ആ ക്യാമറ ചെക്ക് ചെയ്തൊക്കെ ആ പിള്ളേരിൽ എന്തോ കൊടുക്കണ്ടല്ലോ. അല്ല ഒന്നുമില്ല നമ്മൾ ഇതിലൊന്ന് ചെക്ക് ചെയ്തോട്ടെ. അതുപോലെ എൻ്റെ പേരിൽ ഇനി വരാൻ എന്നുള്ളൊരിതുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പാണോ നമ്മുടെ സാധനം മിസ്സാണ്? പക്ഷെ നമ്മളത് ഇല്ല നിങ്ങൾ അത് മോശമല്ല, അതെന്നാ ചെക്കിങ് ഒക്കെ
ഇതൊക്കെ എവിടെ നിന്ന് എടുത്തെന്ന് നോട്ടോ. 1 ഇവിടെ നിന്ന് എടുത്തു, 2 നിങ്ങൾ നോക്കി എവിടാന്ന് നോക്കിക്കോ. ഇരിക്കമ്മേ, നമ്മളെന്തിനാണ് ഒരു മിനിറ്റ്. മമ്മി ഇരുന്നോ ഒന്നുമില്ല മാഡം. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പാണല്ലോ അല്ലേ സാധനം മിസ്സാണെന്ന്, അല്ല പിന്നെ നമുക്ക് നാണക്കേടല്ലേ. നമ്മളിതിങ്ങനെ വെച്ചതൊരു ബ്രോഡായിട്ടുള്ളൊരു സാധനം. അല്ലത് ഞാൻ അവിടെ നിന്ന് എടുത്ത ആ സിമ്പിൾ സാധനം തന്നെയാണ്. അതൊന്നും അവിടെ ആയിട്ടില്ല. എനിക്ക് അവിടെ നിന്ന് എടുത്ത് വന്നില്ല. അത് നമ്മൾ ട്രൈ ചെയ്തില്ലായിരുന്നു ഇതേപോലത്തെ ഒരു സാധനം. ഞാൻ അതേപോലെ തിരിച്ചു വെച്ചു. ഇത് മോശമല്ലേ? മെൽചേട്ടാ, ഞാൻ സത്യം ഒരു എല്ലാം എടുത്തു വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, എല്ലാ സാധനവും എടുത്തു വെക്കുമ്പോൾ അത് വെച്ചിട്ട് നോക്കിയാൽ ഞങ്ങൾ ഈ ടൈപ്പുള്ള ആൾക്കാരല്ല കേട്ടോ, എനിക്ക് അറിയാവുന്നതല്ല. ഇല്ല ഞാൻ വേറൊന്നും ജസ്റ്റ് ഒന്നും പറഞ്ഞില്ല. സാബ് എടുത്ത് വെക്കുമ്പോൾ സാബിന്റെ മിസ്റ്റേക്ക് അല്ലേ. ഇല്ല, ഞാൻ മാഡത്തിന് ബ്രോഡായിട്ടുള്ളൊരു 2 എണ്ണം കാണിച്ചു കൊടുത്തു. കാണിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകും. എന്തുകൊണ്ട് ഇല്ല, അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഒന്നുമില്ല. നിങ്ങളാണ് എൻ്റെ പോക്കറ്റ് ചെക്ക് ചെയ്തോ? ഓ സാറേ, അങ്ങനെയൊന്നും പറയുന്നത് എൻ്റെ പണി പോണ അയ്യോ. മേഡം കണ്ടില്ല ബ്രോഡായിട്ടുള്ളത്. ആദ്യം ഫസ്റ്റ് എടുക്കുക ഇവിടെ ആദ്യം നമ്മൾ ഫസ്റ്റ് എണ്ണം വെച്ചപ്പോൾ അത് മാഡത്തിന് അങ്ങനത്തെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാരണം ഒരു ബ്രോഡായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. കാരണം അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാരണം നമ്മളിപ്പോൾ ഈ മാഡം പറഞ്ഞതുപോലത്തെ ഇങ്ങനത്തെ ഒക്കെ നമ്മളൊക്കെ ഇങ്ങനെ നോക്കാൻ വന്നത്. അങ്ങനത്തെ നമ്മളിത് വെച്ച് നോക്കി. അപ്പോൾ മാഡത്തിന് അത് അതിന് ടേസ്റ്റ് അല്ല എന്ന് പറഞ്ഞ കാരണം അത് നമ്മുടെ നല്ലൊരു പ്രൊഡക്റ്റ്, അതല്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ അതിന് മാറ്റിയെന്നുള്ളൂ. ഞാൻ ഇവിടെ സാർ ഇതെങ്ങനെ എൻ്റെ അതിൻ്റെ അകത്തുനിന്ന് അതെങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ ഭാഗം ഈ 3 ബാഗല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? നമ്മുടെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ടാണ്. ഇത് സമ്മതിക്കില്ലേടാ. നമ്മളറിയുന്ന ചുമ്മാ അത് പറയല്ലേ. പുള്ളിയുടെ പേരെന്താ? ഇതെന്താ, ഇത് മോശമായ പരിപാടിയല്ല. ഞാൻ ഇത് എടുത്തിട്ടൊന്നുമില്ല, ഇത് എൻ്റെ ബാഗല്ലേ. നിങ്ങളുടെ ബാഗിൽ നിന്നാണ് സാധനം കിട്ടിയത്. ഇത് ആരുടെ മാഡം? എൻ്റെ ബാഗാണ്. നിങ്ങളുടെയാണോ? അതെങ്ങനെ എൻ്റെ അടുത്ത് വന്ന പുള്ളി അവിടെ വന്നിട്ട് ഒരു 2-3 ആ പിള്ളേരിൽ വേറെ ഒന്നുമില്ല. സാധനം ഒന്ന് കാണിച്ചു നിങ്ങൾക്ക്. അയ്യോ സാറ്, ഞാൻ വേറെ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് ഞാനത് വെച്ചു. പക്ഷെ മാഡത്തിന് ഈ പാറ്റേൺ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ പിന്നെ സാധനം വെച്ചില്ല. ആ ടൈമിലാണ് മാഡം അങ്ങനത്തെ പറഞ്ഞത്. ഇത് നമ്മൾ ഇട്ട് വെക്കില്ലായിരുന്നു. എങ്ങനെ കാണാനാ, ഇയാൾ അടിച്ച് മാറ്റിയില്ലേ? നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ബാഗിൽ നിന്നാണ് ഈ സാധനം കിട്ടിയത്, ഞാനല്ല. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അയ്യോ, നിങ്ങളിങ്ങനെ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. അല്ലാതെ നടന്നു കയറുകയായിരുന്നു. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു മിനിറ്റ്. അല്ല, അത് ചിലപ്പോൾ അത് ചുമ്മാ അത് ചിലപ്പോൾ ആ പിള്ളേരെ സാർ എന്താ ചെയ്യേണ്ടത്? ക്യാമറയിൽ ചെറിയ ഡൗട്ട് വന്നുകൊണ്ടാണ് നോക്കിയത്. സാർ എനിക്കറിയത്തില്ല. എന്താ ചെയ്യാ? നമുക്ക് സാധനം കിട്ടി, സാധനം പോയിട്ടൊന്നുമില്ല. ചങ്ങാതി എൻ്റെ പൊന്ന് സാറേ, ഇത് എത്ര രൂപ വരുന്ന അറിയോ? നമ്മൾ ആ ടൈപ്പ് ഒരു ആൾക്കാരല്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കാതെ. സാറേ അതിൻ്റെ എല്ലാം സാറേ, നമ്മൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലല്ല നമ്മൾ കാണുന്നത്. എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല, ആരായാലും ഡോക്ടറായാലും ചെറിയ കാര്യം നമുക്ക് ഡ്യൂട്ടി അതിലൊന്നും നോ പ്രോബ്ലം. അതിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല. അതിലൊന്നും ഒരു സ്നേഹമില്ല, ഒന്നും. അല്ല, ഞാൻ ഈ സാധനം അവിടെ ഡെമ്മിലെടുത്ത് അവിടെ വെച്ചു. പക്ഷെ പുള്ളി അവിടെ ഞാനത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പിള്ളേരായിട്ട് അങ്ങനെ ഇയാളെ പോലെ ഹലോ, പേടിപ്പിക്കാതെ. ഞാൻ പേടിപ്പിക്കുന്നില്ല, ഞാൻ കാര്യം പറഞ്ഞോളൂ. നിങ്ങൾ ഇരിക്കുമ്പോൾ 10-25 ലക്ഷം വില വരുന്ന സാധനം. 1.5 കൊല്ലമായി ഇന്ന് വരെ ഈ പോട്ടെ. അല്ല, ബാക്കിയുള്ളതിന്റെ തൊഴിൽ പോകുന്ന പണിയാണ്. ഓരോ നിറയിക്കോളും. ഞാൻ അതിന്റെ റേറ്റിന്
നിങ്ങൾക്ക് മര്യാദകേട് കാണിക്കാൻ ഞാൻ സംസാരിക്കുമ്പോഴാണ് കുഴപ്പം. കാണിച്ചിട്ടില്ല. പിന്നെ ഈ ബാഗ് എങ്ങനെയാണ് മാം നിങ്ങളുടെ ബാഗിൻ്റെ അകത്ത് വന്നത്? ഇയാളോട് ചോദിര്. അത് നിങ്ങൾ അന്വേഷിക്കണം. അത് അന്വേഷിക്കാനായിട്ടാണ് അന്വേഷിച്ച് തെളിയുന്ന മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. എന്തോ അത് തന്നെയാ പറഞ്ഞത്. എന്റെ ജോലി എനിക്കറിയാം. കൊച്ചവിടെ ഇരി. മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞത് തന്റെ മര്യാദ ജോലിയാണോ മര്യാദക്കേടായിട്ട് സംസാരിക്കുന്നത്? ഹലോ എന്റെ ജോലി എന്നെ പഠിപ്പിക്കല്ലേ കേട്ടോ. ഇപ്പം വാദി പ്രതിയായി അല്ലേ? മാഡം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ജീവൻ ഞാൻ വിളിക്കാം. എനിക്കിപ്പോൾ ഇത് ചെയ്യേണ്ട ഇവര് അത്ര അറിയുന്നതാണ്. അത് കുഴപ്പമില്ല. നമ്മൾ വേറെ ഇഷ്യൂ ആക്കല്ലേ. ഇത് ഇഷ്യൂ ആക്കല്ലേ. പിന്നെ ഇങ്ങനത്തെ അതെ, ഇത് ഇഷ്യൂ ആക്കല്ലേ. എടി ഞാനിങ്ങനെ നിനക്കറിയാവുന്നല്ലേ നമ്മളങ്ങനെ ചെയ്യുന്ന. ഇല്ല. നിനക്ക് എന്നാ വിശ്വാസമില്ല? ഇനി വന്നേ, ഇളഞ്ഞു വന്നേ. ഹലോ ഇറ്റ്സ് ഓക്കെ. ഇനി വന്നേ, ഇങ്ങോട്ട് വന്നേ ചേട്ടാ. എന്താ കാര്യം പറഞ്ഞു? നിങ്ങൾ പറയാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. വിഷയങ്ങൾ നമ്മൾ അങ്ങനത്തെ ഒരാളല്ല മനുഷ്യ. ഇയാളെ മുഖത്ത് നോക്കി സംസാരിക്കും. കണ്ണി നോക്കടോ. ഇയാളെന്താ ബെല്ലോടത്തോട്ട് നോക്കുന്നു? പറഞ്ഞു കൊടുത്തു ഇതെന്താ ഇങ്ങനെ? എനിക്ക് അവരോട് സംസാരിക്കണ്ട. എനിക്ക് സ്ത്രീകളോട് സംസാരിക്കണ്ട. സാറേ $25 അടിച്ചു മാറ്റിയത് അവൻ. നിങ്ങൾ അടിച്ചു മാറ്റി എന്ന് പറയാം. നമ്മൾ പിന്നെ അല്ലാതെ ഈ ബാഗിൽ എങ്ങനെ വന്നു? ഇയാളെ പറ. ഇവനെ ഒന്നും കെട്ടല്ലേ കേട്ടോ. ഉള്ളത് ഞാൻ പറയാം. നിങ്ങൾ ഇഷ്ടം പോലെ ഈ വർത്താനൊക്കെ ഇയാള് പറയുന്നത് സംഭവം നമുക്ക് ഇത്ര ഷോർട്ട് വന്നു ഇവിടെ. ഞങ്ങളുടെ എണ്ണം ഉണ്ട്. സംഭവം നോക്കിയപ്പോ അത്ര അറിയുന്ന ഫാമിലി ആണോ? ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. എവിടെ വിടാ? ഇവൻ പോവോ? സാറ് ധൈര്യമായിട്ട് പോയി വിളിച്ചോണ്ട് വാ. നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. എന്നാ കുഴപ്പമില്ല ചേച്ചി. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ വന്നോളാം. നിങ്ങൾ പൊക്കോ. ക്യാമറ നോക്കാം. ഇപ്പം നോക്കാം. എന്റെ പൊന്നു മോളെ ഇപ്പം നോക്കാം. ക്യാമറ ജസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചുതരാം. മാഡത്തിന് ഫുൾ ഗ്യാരണ്ടി ക്യാമറ കാണിച്ചുതരാം. പോരെ? കാണിച്ചുതരാം. ചോദിച്ചാൽ മതി എങ്ങനെ വന്നോന്ന് അറിയും. ജസ്റ്റ് വരുന്നുണ്ട്. വരുന്നുണ്ട്. ഇവിടെ അല്ല, ഇപ്പൊ വരുന്നുണ്ടോ? വരട്ടെ. ഞാൻ മാറില്ല. സാറ് നിന്നെ ഒന്ന് കാണട്ടെ. ശോഭന് കാണട്ടെ. നമുക്കറിയാം അല്ല സാറേ, എന്റെ തൊഴിൽ പോകുന്ന പണിയാണ്. മാല അടിച്ചു മാറ്റിട്ട് പോകാനുള്ള പണിയാണല്ലേ? അതും ഡയമണ്ട് മാല. ആള് കൊള്ളാമല്ലോ. കൊണ്ട് മാല മോശണം. ഇദ്ദേഹമാണ് ഇതിന്റെ ഗൂഢാലോചനക്കാരി. ഞാൻ കൂടെ നിന്ന് കേട്ടോ. ഞാൻ മനസ്സിലായി. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണല്ലോ മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോ എനിക്ക് വേണ്ടി നിന്നെ കെട്ടണില്ല എന്ന് പറഞ്ഞ് പോവോ? അങ്ങനെ പറയല്ലേ മതി കേട്ടോ. എടുത്തത് കൈ വിറയ്ക്കുന്നു. മേക്കപ്പ് ചെയ്ത് സാധനം ബാഗിലിട്ട് ഇവിടെ നിൽക്കുമല്ലേ നിങ്ങൾ വരാൻ വേണ്ടിട്ട്. എന്നെ മാത്രമാണ് ഫുള്ളാക്കിയത്. ഇല്ല. അപ്പൊ എന്താ ഗിഫ്റ്റ് വേണ്ടേ? അതാ ഡയമണ്ട് മാല ആണോ? സീരിയസ്ലി ശരിക്കും വാങ്ങിച്ചു തരൂ. ആണോ? ഞാൻ ഇടും. ആ ഡയമണ്ട് മാല ഇങ്ങനെ ബാക്കി ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്നാ ഒരു ഡയമണ്ട് മാല തന്നെ സമ്മാനമായിട്ടിരിക്കട്ടെ. ബാബു ജോൺ സാറിന്റെ. എന്റെ ഡാഡിയുടെ ഫ്രണ്ടാ. അതെ. അപ്പൊ അത് ഗിഫ്റ്റ് ആയിട്ടിരുന്നോട്ടെ. കെട്ടി കൊടുക്കൂ. താങ്ക് യു അങ്കിൾ ആൻഡ് സ്കൈ ജ്വല്ലറി ഓഫ് കോഴ്സ്.
ഇവര് എത്ര നാളായി ഇച്ചിരി കൂടി പോയിട്ടോ. ഞാൻ വന്നപ്പോഴേ മനസ്സിലായിരുന്നു. ആ പിന്നെ ഞാൻ കണ്ടിട്ടില്ലേ മറ്റേ ആ പെങ്കൊച്ച പിച്ചുന്ന പരിപാടിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആണോ? അപ്പൊ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ചോദിച്ചു എന്നെ അറിയാൻ സാധ്യത ചില കാണും തോന്നുന്നു. എനിക്ക് എപ്പോഴും അയച്ചു തരുമായിരുന്നു ഈ പരിപാടികളൊക്കെ. ആ പെണ്ണിങ്ങനെ പിച്ചുന്ന ഒരു പ്രോഗ്രാം ഒക്കെ ഇല്ലേ, പിന്നെ ഓട്ടോക്കാരന്റെ പരിപാടി, അതൊക്കെ ഞാൻ UK വെച്ച് കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞ് വർക്ക് ചെയ്യാണ് അവിടെ. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു ഇന്നത്തെ ഇത് പെർഫോമൻസ്? ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള ഒരു മൂവായിരുന്നു. സൈക്കോളജി അല്ല, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് തോന്നിയത്. അവിടെ ഭയങ്കര ചട്ടമ്മിയാണെന്നൊക്കെ കേട്ടല്ലോ UK പഞ്ചായത്തിലൊക്കെ. അത്യാവശ്യം അടിപിടി, അക്രമം, അതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതികരണ ശേഷി ഇച്ചിരി കൂടിയാണ്. ആരെ ഇടിച്ചത്? നാട്ടുകാരെല്ലാം അറിഞ്ഞു ഇതല്ലേ. ഇല്ല, ആരെയും ഇടിച്ചിട്ടൊന്നുമില്ല. അതുപോലെ മാത്തുക്കുട്ടിയൊന്നും ഇടിച്ചു കളയരുത് കേട്ടോ. ഇങ്ങനെ മാല മോഷണം പോയെന്ന് തോന്നിയപ്പോഴേ പെട്ടെന്ന് എന്ത് തോന്നിയത്? ഞാനത് അവരോട് ചോദിച്ചായിരുന്നു, സർപ്രൈസ് വല്ലതാണോ ഇത്, എന്തോ ഇത് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരെയും അറിയാം, അവരാരും അത് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ ഞാൻ ഇവിടെ ചോദിച്ചു സർപ്രൈസ് വല്ലതാണോ, ഗിഫ്റ്റ് ആണോ. പിന്നൊരു സംശയം വന്നു, ദൈവമേ ഇനി മാത്തുക്കുട്ടിക്ക് ഇങ്ങനത്തെ രോഗം വല്ലതും ഉണ്ടോ? ആ രോഗം ഉണ്ടെങ്കിൽ ഇനി സഹിച്ചല്ലേ പറ്റുമോ, എന്നാലും പേടിക്കണ്ടെന്നതാ ഞാൻ പറഞ്ഞത്. തോന്നല് വന്നായിരുന്നു ഇടയ്ക്ക്. ആ ഡാഡി മമ്മിയും എല്ലാം പ്രശ്നമാക്കുമെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മമ്മിക്ക് അറിയായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു. അറിയത്തില്ല. ഞാനങ്ങ് ഭയന്നു പോയി, എന്താ ഇങ്ങനെ സംഭവിച്ചു, കുട്ടികൾ വല്ലവരും എടുത്ത് ബാഗിനകത്ത് വെച്ചതാണോ എന്താണെന്നങ്ങ് ഓർത്തു പോയി. മാത്തുക്കുട്ടിക്ക് ഒരു കള്ള ലക്ഷണം ഇല്ലേന്താനും. അത് ജന്മനാ ഉള്ളതാ. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഇത് കേട്ട ഉടനെ കൈ കയറി പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലടാ ഇരിക്കുന്നു പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞല്ലേ? അതിനെ വേണ്ടേ, നമ്മൾ സപ്പോർട്ടീവ് ആയിരിക്കണ്ടേ എപ്പോഴും, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയൊക്കെയല്ലേ വേണ്ട. ആരൊക്കെയായിരുന്നു ഇതിലെ മുഖ്യ പങ്കാളികൾ, ഗൂഢാലോചനക്കാർ? അറിയായിരുന്നു, ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഇന്നലെ നീ വീട്ടിൽ വന്നതാ, നിന്നെ ഞാൻ മര്യാദക്ക് ട്രീറ്റ് ചെയ്തത് വന്നു. അപ്പോൾ എല്ലാവിധ വിവാഹ മംഗളാശംസകളും ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഒരുമിച്ച് ഒരുപാട് വർഷം, ഒരുപാട് വർഷം ജീവിതം മുന്നോട്ട് പോകട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഒരു താങ്ക്സ് പറയാനുണ്ട്. ഇതെല്ലാം അറേഞ്ച് ചെയ്തു തന്ന എൻ്റെ ഫാമിലിക്കും എൻ്റെ വുഡ് ബിക്കും താങ്ക്സ് പ്രത്യേകം. ടേക്ക് ഇറ്റ് ഈസിയുടെ ടീമിന്, പിന്നെ ബാബു സാറിന്, ബാബു അങ്കിൾ ഓഫ് കോഴ്സ് മൈ ഡാഡിയുടെ ഫ്രണ്ടാണ്. സോ അതിന് താങ്ക്സ് പറയുന്നു. That's it. Take it easy. I take it easy. I take it easy.